ചേട്ടാ പതിയോ ചേട്ടാ നെല്ല്. ഹലോ ഗൈസ്, ടെസ്റ്റ് ട്രാവലിംഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഷിംലയിലെത്തി. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രിയായിട്ടാണ് ഷിംലയിലെത്തിയത്. ഷിംലയിലേക്ക് വരുന്ന കാഴ്ചകളും നിങ്ങൾ ട്രെയിനിൽ കയറുന്ന കാഴ്ചകളും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ട്രെയിനിൽ ഞങ്ങൾ ഡൽഹി എത്തി, ഡൽഹി ബൈക്ക് റിസീവ് ചെയ്ത് ഷിംല വരെ എത്തിയിട്ടുണ്ട്. അപ്പം അതുവരെയുള്ള കാഴ്ചകൾ നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് പോവാ. അപ്പോൾ അതുപോലെ നല്ല നല്ല കാഴ്ചകൾ, ഷിംലയിലെ നല്ല നല്ല കാഴ്ചകൾ, മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബിജിചേട്ട നല്ല കാഴ്ചകൾ, നമ്മൾ അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള കഴിഞ്ഞ വീഡിയോയിൽ കാണാൻ പറ്റാത്ത കാഴ്ചകളൊക്കെ നമ്മൾ കാണിക്കും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് കുറച്ച് മനോഹരമായിട്ടുള്ള ട്രെയിനിലെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഇപ്പോൾ നമ്മളിപ്പോൾ യാത്രയിൽ തന്നെയാണുള്ളത്. ബല്ലാർഷ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. ഏകദേശം കുറച്ച് സമയം കൂടി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കൂടെ ട്രെയിനിൽ യാത്ര ചെയ്ത 3 ആളുകളുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ബ്രോ, പേര്? എൻ്റെ പേര് ജോൺ സെബാസ്റ്റ്യൻ. നാട്ടിലെവിടെ? ഞാൻ കന്യാകുമാരി മാർത്താണ്ഡം. എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ ആർമിയിലാണ്. ഇപ്പോൾ ഇവിടെ? ഇപ്പോൾ ഡൽഹി തന്നെ ഉണ്ട്. എൻ്റെ പേര് നിതിൻ. നെയ്യാറ്റിൻകരയാണ് വീട്. ആർമിയിലാണ്. മോഹൻ കാണിക്കുന്നത്. ഓക്കെ. എൻ്റെ പേര് ജിജോ. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഡൽഹിയിൽ ചുമ്മാ വിസിറ്റിന് നെയ്യാറ്റിൻകരയാണ് ഇവിടെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ബാക്കി ട്രെയിനിൽ നമ്മുടെ കൂടെയുള്ള ബാക്കി 2-3 പേരും കൂടി ഉണ്ട്. നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടാം. അതുപോലെ നാളെ ഉച്ചയാകുമ്പോൾ നമ്മൾ ഡൽഹിയിലെത്തും. പറ്റുമെങ്കിൽ നാളെ തന്നെ നമുക്ക് ബൈക്ക് ഡെലിവറി ചെയ്തിട്ട് യാത്ര തുടരണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റന്നാൾ രാവിലെയാണ് പോവുക. ക്ലീനിങ് നടക്കും. നമുക്കായിട്ട് സ്പെഷ്യൽ കോച്ചാന്ന് തോന്നുന്നത്. കളറ് എങ്ങനെയുണ്ട് യാത്ര ചെയ്യേണ്ടത് വെച്ചിട്ട്? ട്രെയിൻ യാത്രയൊക്കെ ബൈക്ക് ആണോ നല്ലത്, ട്രെയിനാണോ നല്ലത്? അല്ല, ബൈക്കാണോ നല്ലത്, ട്രെയിനാണോ നല്ലതെന്ന് ചോദിച്ചത്. യാത്ര ചെയ്യാൻ ബൈക്കാണല്ലേ, ട്രെയിൻ നല്ലല്ല. ക്ഷീണമൊക്കെ തോന്നുന്നു. കയ്യിന് പെയിനൊക്കെ ഉണ്ടോ? അപ്പോൾ പെയിനാണ്. ഞങ്ങൾക്കായിട്ടുള്ള സ്പെഷ്യൽ കോച്ച് ആയതുകൊണ്ട് ഞങ്ങളുടെ ബോഗി മാത്രം ക്ലീൻ ചെയ്യാൻ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇവർ. നമ്മൾ ഈ കോച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ല. ഇവിടെ ഒരു TV ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ CCTV ക്യാമറയുണ്ട്. പക്ഷെ TV ഒന്നും വർക്കാവില്ല. ട്രെയിനിലെ ബാത്റൂമിൻ്റെ കാര്യങ്ങളൊക്കെ അടിപൊളി. ഓപ്പോസിറ്റ് സൈഡിലൊരു ബാത്റൂമാണ്. കുട്ടികളെ ഇരുത്താൻ ഇവിടെ, ചെറിയ കുട്ടികളെ ഉള്ളവർക്ക് ഇവിടെ ഇരുത്താനുള്ള സൗകര്യങ്ങൾ ഈ ഒരു ബാത്റൂമിലുണ്ട്.
ചേട്ടാ എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് അടിപൊളി. അടിപൊളിയാ. കഴിച്ചിട്ടില്ല കഴിക്കാൻ തുടങ്ങിയുള്ള അടിപൊളി. അല്ല കൊള്ളാം. കൊള്ളാവോ? ട്രെയിനിലെ ഫുഡൊക്കെ എത്രയേ കാണത്തുള്ളൂ? ഓരോ സ്ഥലത്തുള്ള ഫുഡ് വേറെ രീതിയല്ലേ. അടിപൊളി. ട്രെയിനിലെ ബർഗർ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഫുഡ്? ആഗ്രയിലെ ഫുഡ് എങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊള്ളാം. ആഗ്ര പേട്ടേനേക്കാളും കൊള്ളാം. കണ്ടല്ലേ? കൊള്ളാവോ? കുഴപ്പമില്ല. ഉള്ളിൽ എന്താ ശരിക്കും ഇത് ബർഗർ തന്നെയാണോ? അതിന്റെ വെജിറ്റബിൾ ആണോ? വെജിറ്റബിളും പിന്നെ അപ്പൊ ഇന്നലെ മുതൽ നമ്മൾ ഈ ഒരു കമ്പാർട്ട്മെന്റ് തന്നെയാണ് ഉള്ളത്. ഈ ഒരു കമ്പാർട്ട്മെന്റിൽ ഇതല്ലേ, ഇവിടെയാണ് ഞാൻ കിടക്കുന്നത്. നമ്മുടെ ബീച്ചായിട്ടത് അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ നമ്മുടെ ഈ സൈഡിലൊരു മിലിറ്ററിക്കാരനുണ്ട്, പുള്ളി പുറത്തു പോയത്. നമ്മളെ കൂടെ ഇന്നലെ മുതൽ നമ്മുടെ കൂടെ ഉണ്ട് സിസ്റ്റർ ഭോപ്പാലിലേക്കാണ് യാത്ര ചെയ്യുന്നത്. സിസ്റ്റർ പേരെന്താ? സിസ്റ്റർ ഡാരിയ. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഭോപ്പാലിൽ. ഇപ്പം സ്വന്തം നാട്ടിലെവിടെയാ? ഇടുക്കിയിലല്ലേ? സിസ്റ്റർ നമ്മുടെ കൂടെ ഇന്നലെ മുതലേ നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ യാത്രയുടെ എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ലേ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ? ഇപ്പോഴല്ലേ സ്ഥിരമായിട്ട് ട്രെയിനിൽ തന്നെ യാത്ര ചെയ്യുന്നല്ലേ? സ്ഥിരമായിട്ട് ട്രെയിനിലാണ് നമ്മുടെ. അതുപോലെ ബീച്ചേട്ടൻ എങ്ങനെയുണ്ട്? ബീച്ചേട്ടൻ യാത്ര കുഴപ്പമൊന്നുമില്ല? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം ഇനി നമ്മൾ രാവിലെ അല്ല, നാളെ ഉച്ച 1:30 മണിയാകുമ്പോഴാണ് ഡൽഹിയിൽ എത്തുള്ളൂ. ഡൽഹിയിൽ ഇറങ്ങിയ ശേഷം ഞാൻ പറഞ്ഞതുപോലെ വണ്ടി എടുത്തിട്ട് യാത്ര തുടങ്ങണം. അതുപോലെ നമുക്ക് മുകളിൽ കിടപ്പുണ്ട്, പുള്ളിക്കാരനെ കൂടെ പരിചയപ്പെടണം. ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഈ കമ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഏരിയയിലുള്ളത് ഞങ്ങൾ 5 പേരാണ്. ഒന്ന് ഞാൻ, സിസ്റ്റർ, ഒന്ന് നമ്മൾ ബീച്ചായിട്ട്, പിന്നെ മുകളിൽ. പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ ട്രെയിനിൽ ആള് കുറവാണ് അല്ലേ? ഇപ്രാവശ്യം ആള് കുറവാണ്. കാരണം ഈ ഫുള്ള് കാലിയാണ്. ഏകദേശം മിക്ക സീറ്റുകളും കാലിയാണ്. പിന്നെ എല്ലാ പ്രാവശ്യത്തേരും പറയുന്ന പോലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയ പ്രോബ്ലങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ നമ്മുടെ കൂടെ ഉള്ള അടുത്ത ഒരാളെയും കൂടി നമുക്ക് പരിചയപ്പെടാം. മാസ്ക് വിഷയമല്ല, അത് ട്രെയിനിലല്ലേ. പേര്? എൻ്റെ പേര് ജിത്തു. എവിടെ സ്ഥലം? ഇവിടെ നാട്ടില് കോട്ടയത്ത് കുറിച്ചിയിലാണ്. കുറിച്ചി അല്ലേ? നാഗ്പൂരിലെ സെമിനാരിൽ പഠിക്കുന്നത്. അച്ഛനാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പം ഭാവിയിലെ ഒരു അച്ഛനാണ് നമ്മളിവിടെ. എത്ര വർഷമായി ഇപ്പോൾ? ഞാനിപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഇവിടെ. 3-4 വർഷമായിട്ടില്ലേ? ഓക്കെ. ഇപ്പൊ നാട്ടിൽ ലീവിന് വന്നിട്ട് തിരിച്ചു പോകണല്ലേ? എനിക്കൊരു മരണം ഉണ്ടായിരുന്നു. പോയിട്ട് ഒന്ന് പോവാണ്. അപ്പൊ ഇനി എത്ര വർഷം കൂടി ഉണ്ട്? ഇനി ഇവിടെ ഒരു 4 വർഷം കൂടെ ഉണ്ട്. 4 വർഷം കൂടെ ഉണ്ടല്ലേ? അപ്പോൾ ഇതുപോലെ ഇനി ഒരാളൂടെ ഉണ്ട് നമുക്ക് പരിചയപ്പെടാൻ. അപ്പോൾ എല്ലാവരും നമുക്ക് ട്രെയിനിലുള്ള നമ്മുടെ കൂടെയുള്ള ഏകദേശം മിക്ക ആളുകളും ഈ മലയാളികൾ, കാരണം കേരളത്തിൽ നിന്ന് വരുന്ന ട്രെയിൻ ആയതുകൊണ്ട് കൂടുതലും മലയാളീസ് തന്നെയാണ്. അപ്പോൾ ട്രെയിനിലെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ബാക്കി നമ്മുടെ യാത്രയുടെ വിശേഷങ്ങൾ എന്താണെന്ന്, മഴയും കാര്യങ്ങളൊക്കെ ആണെന്നാണ് കേൾക്കുന്നത്. പോയി നോക്കാം, പോകാൻ പറ്റുന്ന സ്ഥലത്തോളം പോവാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം യാത്ര ചെയ്തൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളും അതുപോലെ സപ്പോർട്ട് ചെയ്യാം, പ്രാർത്ഥിക്കാം. ട്രെയിനിൽ നിന്ന് നമ്മൾ ലസ്സി മേടിച്ചിട്ടുണ്ട്. ലസ്സി എന്ന് ശരിക്കും പറഞ്ഞാൽ തൈരല്ലേ? ലസ്സി അവർ പഞ്ചസാര കൊണ്ടുവരും. അപ്പോൾ നമുക്കത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. പൊട്ടിച്ചതാ വെച്ചിട്ടുണ്ട്. ഇത് നോവ അല്ലേ? നോവയുടെ ലസ്സിയാണ്. കഴിച്ച് നോക്കാം എങ്ങനെയാണെന്ന് അറിയില്ല. ഞങ്ങളെ കളഞ്ഞു പോയ ആളെ കിട്ടിയിട്ടുണ്ട്. എവിടെയായിരുന്നു? കൂട്ടുകാരനുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ച് മിസ്സായി പോയെന്ന് വിചാരിച്ചു. അജിത്ത് ശരിക്കും കൊടിത്തറയാണ് വീട് അല്ലേ? കൊടിത്തറയല്ലോ ഇവിടെ. മിലിറ്ററിയിലല്ലേ വർക്ക് ചെയ്യുന്നത്? മിലിറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ എത്ര വർഷമായി? 12 വർഷമായി അല്ലേ? മലയാളമൊക്കെ ക്ലിയർ ആയിട്ട് അറിയില്ലേ? കുറച്ചൊക്കെ അറിയില്ലേ? അപ്പൊ ഇനിയിപ്പം ജോയിൻ ചെയ്യാൻ പോവാണല്ലേ? ഇതാണ് ഞങ്ങളുടെ ട്രെയിനിലെ സുഹൃത്തുക്കൾ. ഓരോ യാത്രയിലും ഇതുപോലെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, നല്ല ഫ്രണ്ട്സ്, പരിചയക്കാരെ നമുക്ക് കിട്ടും. ഇതും ഒരു മറക്കാത്ത ഒരു യാത്ര അനുഭവമായിട്ട് എന്നും ഓർമ്മയിൽ ഇരിക്കട്ടെ എന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. അപ്പം എല്ലാവരും ഒരു ഹായ് പറഞ്ഞേക്കാം. അങ്ങനെ നമ്മൾ ഡൽഹി ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഡൽഹിയാണ് അടുത്ത സ്റ്റേഷൻ. വിളിച്ചോട്ട് റെഡി അല്ലേ? നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിതാ നിസാമുദ്ദീൻ കഴിഞ്ഞു. ഇനി ഡൽഹിയിലേക്ക് ഏകദേശം ചെറിയ ദൂരമേ ഉള്ളൂ. അടുത്ത് തന്നെ ഡൽഹി എത്തി. ഇനി ഇവിടെ നിന്ന് നമ്മൾ ബൈക്ക് മേടിക്കണം. ബൈക്ക് റിസീവ് ചെയ്തതിന് ശേഷം
നോക്കട്ടെ, പെട്ടെന്ന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ യാത്ര തിരിക്കാം. അപ്പോൾ നമ്മൾ ബൈക്ക് റിസീവ് ചെയ്ത് ഇനിയിപ്പം പെട്രോൾ ഇല്ല, പെട്രോൾ പമ്പിലേക്ക് തള്ളി കൊണ്ടുപോവാണ്. പെട്രോൾ അടിച്ചിട്ട് നമ്മൾ യാത്ര തുടങ്ങും. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് വണ്ടി എടുത്ത് ലഗേജെല്ലാം പാക്ക് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ ഷിംലയിലേക്ക് പോവുകയാണ്. ഷിംലയിലേക്ക് പോവുകയാണ്. ഷിംലയിലേക്ക് ഡൽഹിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എടുത്തിട്ട് മൂവ് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണിക്കാം. ഓക്കെയാണ്, ആവശ്യം സെറ്റായി കേട്ടോ. മാലിന്യങ്ങൾ കൂമ്പാരമാക്കി മല പോലെ ഡൽഹിയിലെ മാലിന്യങ്ങളാണ്. ചേട്ടാ പതിയോ ചേട്ടാ. വണ്ടി ശരിക്കും അവിടെ മറിയേണ്ടതായിരുന്നു. ചളിയിലൊക്കെ കുടുങ്ങി ആകെ ബുദ്ധിമുട്ടായി, ദേഹത്തും എല്ലാം ചളിയായി. ലാസ്റ്റ് ഒരു വിധത്തിൽ ചളിയിലിറങ്ങി തള്ളി കയറ്റി ഇപ്പം യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തോ ഭാഗ്യത്തിനാണ് ഇത് മറിയാതിരുന്നത്. എന്നാലും മൊത്തം ചളിയായി, കാലും കയ്യിലും വണ്ടിയിലും മൊത്തം ചളിയായി. പഞ്ചാബികളുടെ കർഷക സമരം നടക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ചത് ഈ ധാബയിലാണ്. ഇന്നലെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, രാത്രിയായിരുന്നു. അപ്പോൾ ഇന്ന് ആ വണ്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി ബിച്ചേട്ടൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ 2 ദിവസം യാത്രയും ചെറിയ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. കാല് കടച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിച്ചേട്ടൻ എന്തോ പ്രോബ്ലം ഉണ്ടോ? എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ യാത്രയുടെ വണ്ടിയിൽ ഇല്ലാണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര തുടരുകയാണ്. പോവല്ലേ എന്നാൽ? അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ യാത്ര തുടങ്ങിയിട്ടുള്ളൂ. ഇതുപോലെ ഇനി ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. പ്രോബ്ലങ്ങളില്ലാതെ എല്ലാം നല്ല രീതിയിൽ മംഗളമായിട്ട് നമ്മുടെ യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ നിങ്ങളും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നമ്മുടെ ബിജിച്ചേട്ടൻ്റെ വണ്ടി കണ്ടില്ലേ, ഞാനാണ് ഇപ്പോൾ ഓടിക്കുന്നത്. ബിജിച്ചേട്ടൻ ബാക്കിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഉണ്ടോയെന്ന് നോക്കിയാൽ ഓടിച്ചു നോക്കാം. ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു വണ്ടി നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ ഓടിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നില്ല. എന്നാലും ചെറിയൊരു വലിയ സൈഡിലോട്ട് ഈ 3 ചക്ര വണ്ടി ആയതുകൊണ്ട് തന്നെ ചെറിയ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. കുറച്ച് ഓടിച്ചാൽ ശരിയാവും തോന്നുന്നു. അതായത് നമുക്ക് ഓടിച്ച് നോക്കാം, അങ്ങനെ ഉണ്ടോയെന്ന് നോക്കാമല്ലോ. ബോട്ടിൽ വെള്ളത്തിന് റേറ്റാണ് 30 രൂപ. ഇവിടെ ഒരു ബോട്ടിൽ വെള്ളം മേടിക്കാൻ 30 രൂപയാണ് റേറ്റ്. ഇപ്പോൾ സമയം ഉച്ചയായി. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ട് യാത്ര പിന്നെയും നമ്മൾ തുടരുക. ഇന്ന് എന്തായാലും ഷിംല പിടിക്കണം. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? യാത്ര അടിപൊളി. ഷിംല ഹെയറേജ് അടിപൊളിയാ. ഷിംല ഹെയറേജ് സെറ്റപ്പ് ഏരിയ. നിങ്ങൾ എല്ലാരും ഇവിടെ വരണമാണ്. കടമ അടിച്ചാലും വരണം.
നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയ സ്ഥലത്തുള്ള 2 പട്ടിക്കുട്ടികളാണ്. നല്ല രസമാണ് ഇവറ്റ കളി കാണാൻ. You want something? See, Simba. क्या नाम क्या है? वरदान. हाँ. बादल. हाँ. स्कूल पढ़ता. और इधर कैसा है अभी शिमला? बढ़िया. अच्छा है. कहाँ से घूम के आ रहे हैं? केरला. केरला से. हाँ. साउथ का. हाँ हाँ. ഓക്കെ ടാറ്റാ ബൈ ബൈ. അപ്പോൾ നമ്മളിതാ ഷിംല എത്താനായി. ഷിംലയുടെ ഏകദേശം 45 കിലോമീറ്റർ ബോർഡ് കാണുന്നുണ്ട്. ഇതല്ലേ ഷിംലയിലേക്ക് 45 കിലോമീറ്ററാണ് ദൂരം. അപ്പോൾ അതേ യാത്രയായിരുന്നു. യാത്രയൊക്കെ കുഴപ്പമില്ല, സുഖമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ യാത്ര എന്ന് പറഞ്ഞാൽ ആ സ്പീഡിലേ നമ്മൾ വരുള്ളൂ. അതുകൊണ്ടാണ് ഒത്തിരി നമ്മൾ ലേറ്റ് ആവണത്. എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതാ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഷിംല എത്താം എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഷിംലയിൽ താമസിക്കും. നാളെയും നമ്മൾ ചിലപ്പോൾ ഷിംലയിലാണ് താമസിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഷിംലയിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വ്ലോഗിൽ കാണാം കേട്ടോ. അപ്പോൾ ഷിംലയിലെത്താറാകുമ്പോൾ അടുക്കുന്തോറും നമുക്ക് നല്ല ഇതുപോലെ കോടമഞ്ഞും അതുപോലെ നല്ല സൺസെറ്റും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. നല്ല രസമാണ് ഇവിടെ ഈ കോടമഞ്ഞിലൂടെ വാഹനങ്ങളൊക്കെ ഓടിക്കാൻ. നല്ലൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടത് ഷിംലയിൽ നമ്മൾ എത്തിയ കാഴ്ചകളാണ്. ഇനി ഷിംലയിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ നമുക്ക് ഷിംലയിലെ നല്ല മനോഹരമായിട്ട് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഷിംലയെ മൊത്തം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഷിംല പരമാവധി നമ്മൾ കവർ ചെയ്തിട്ട് ഷിംലയിലെ എല്ലാ ഭാഗങ്ങളിലെ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോ നിങ്ങൾ കാണണം. അതുപോലെ ബിജു ചേട്ടനെ സപ്പോർട്ട് ചെയ്യണം. കാരണം ബിജു ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു അതായത് സ്വാധീനമില്ലാത്ത ഈ കൈ കൊണ്ടും ഒരുപാട് വേദനയും ഒക്കെ സഹിച്ചിട്ടാണ് ഈ യാത്ര ചെയ്യുന്നത്. കാരണം പുള്ളിക്കാരുടെ ആഗ്രഹമാണ്, ഇങ്ങനെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ലഡാക്ക് വരെ എത്തുക എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ്. അപ്പം അത് നമുക്ക് എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക. കാരണം ഈ നിങ്ങളുടെ സപ്പോർട്ടിന് മുമ്പ് ഭയങ്കര സന്തോഷമാണ്. കാരണം മറ്റുള്ളവരും കൂടി തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം. അതുപോലെ തന്നെ അതാണ് ഞാനും ചെയ്യുന്നത്. കാരണം പുള്ളിയുടെ കൂടെ വരിക, പുള്ളിയുടെ സപ്പോർട്ട് ചെയ്യുക, പുള്ളിയുടെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുക, അതുപോലെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകുക അല്ലേ. പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഹെൽപ്പുകൾ, കാരണം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മൾ കൂടെ ഉണ്ടാകുമ്പോൾ അതും കൂടി വരും. അപ്പം നിങ്ങളും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇനിയും നല്ല കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.